ഈ ഒരു കാലത്ത് ഈ ശുദ്ധ സംഗീതം ഒരു ക്രിഞ്ചാവുന്നതെന്ന് എങ്ങനെ രക്ഷപ്പെടും? ശുദ്ധ സംഗീതം ഒന്നുമില്ലല്ലോ. സംഗീതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ അറ്റൻഷൻ സ്പാൻ ഇഷ്യൂസ്, ഇത് നമ്മൾ രണ്ടുപേരും ഓൾമോസ്റ്റ് സമ ജനറേഷനാണെന്നൊരു അസംഷനിൽ ഞാൻ പറയുക. നമ്മളുടെ അച്ഛൻ്റെയും മുത്തശ്ശൻ്റെയും ജനറേഷൻകാർക്ക് നമ്മളുടെ സ്പീഡ് കൂടുതല എന്നുള്ള അഭിപ്രായം ഉണ്ടായിരുന്നു. നമുക്ക് ക്ഷമയില്ല, ശ്രദ്ധയില്ല, ഒന്നിലും ഫോക്കസ് ചെയ്യുന്നില്ല. ഇത് തന്നെ നമ്മൾ മറ്റൊരു യാർഡ് സ്റ്റിക്ക് വെച്ച് നമ്മളുടെ ജൂനിയർ പിള്ളേരോട് പറയുന്നു എന്നുള്ളതാണ് അതിലാദ്യത്തെ പ്രാക്ടിക്കൽ ഫാക്ട്. ഐ തിങ്ക് അറ്റൻഷൻ സ്പാൻ കുറയുന്നതിൻ്റെ മെയിൻ കാരണം ആക്സസ് ടു മോർ ഇൻഫർമേഷൻ. നമ്മുടെ ഗ്രാൻഡ് ഫാദേഴ്സിനുണ്ടായിരുന്നേക്കാളും ഇൻഫർമേഷൻ ആക്സസ് നമുക്കുണ്ടായിരുന്നു, നമ്മളത് കൺസ്യൂം ചെയ്തു. ഇന്നത്തെ കുട്ടികൾക്ക് അതിനേക്കാളും കൂടുതൽ ഇൻഫർമേഷൻ ആക്സസ് ഉണ്ട്, അവരത് കൺസ്യൂം ചെയ്യുന്നു. നാച്ചുറലി എൻട്രോപ്പി ഇഷ്ടപ്പെടുന്ന സ്പീഷീസാണ് മനുഷ്യൻ. ഞാൻ കെമിസ്ട്രി എന്ന് എൻട്രോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇക്വിലിബ്രിയം മാറിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ മനുഷ്യൻ നിന്നുപോകും. ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു പ്രവർത്തനം തന്നെ എൻട്രോപ്പി ബേസ് ആയിട്ടായതുകൊണ്ട് എല്ലാവർക്കും അറ്റൻഷൻ സ്വിച്ച് ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മളും അത് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഉദാഹരണത്തിന് നമ്മളും മൊബൈൽ ഫോൺ അഡിക്റ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു. കുട്ടികളെക്കാളും കുറവായിരിക്കുമെങ്കിലും നമുക്കും ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഒന്ന് വാട്സാപ്പ് എടുത്ത് നോക്കണം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കണം എന്നുള്ള അവസ്ഥ. ഇതിനകത്ത് മെയിനായിട്ട് ഒരു മ്യൂസിക് ക്രിഞ്ച് ആവാതിരിക്കാൻ ഒറ്റ വഴിയുള്ളൂ. അവർക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന, അവർക്ക് പാലറ്റബിൾ ആകുന്ന, അവരുടെ അറ്റൻഷൻ സ്പാനിൽ അപ്പീലിംഗ് ആവുന്ന രീതിയിൽ അവരെ ഇതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം. അല്ലാതെ അവരെ ട്രഡീഷണൽ അപ്രോച്ച് എന്തായിരുന്നോ അത് തന്നെ നിർബന്ധമായിട്ടും ഫോളോ ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചാൽ ജനറേഷണലായിട്ട് അത് വിജയിച്ചിട്ടില്ല.